Hello dear students, so we have an interesting session today. So here we are going to deal with one of the short questions that is going to ask for your exams. Okay, ഉറപ്പായിട്ടും നമ്മുടെ പൊളിറ്റിക്സിൽ ചോദിക്കാൻ പോകുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് അറിയണ്ടേ? യെസ്, ഓൾറെഡി റിട്ടേൺ ആണല്ലേ. ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ആണ് മക്കളെ, ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ആണ്. ഒരു സംശയവും വേണ്ട, എക്സാമിന് എന്തായാലും ചോദിക്കും. ഓക്കെ, മിസ് ഗ്യാരണ്ടി എന്തായാലും നിങ്ങൾക്ക് ഒരു ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഫ്രം പൊളിറ്റിക്സ് ആണ് ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തലയിലേക്ക് വരുന്നുണ്ടോ ഏതൊക്കെയാണ് നമ്മുടെ 4 ഡിഫറെന്റ് ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് എന്ന്? വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ലടാ, നമുക്കിതാ ഈ ഒരു സെഷനിലൂടെ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, റെഡി? യെസ്. അപ്പൊ പണ്ട് ഓക്കെ, ബിഫോർ ദ കമ്മിങ് അപ്പ് ഓഫ് ഡെമോക്രസി എങ്ങനെയായിരുന്നു നമ്മുടെ നാഷണൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാല്? എങ്ങനെയായിരുന്നു പവർ ഒക്കെ ഷെയർ ചെയ്തിരുന്നത്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു പവർ ഷെയറിംഗ് ഒന്നും ഇല്ലായിരുന്നു അല്ലെ. എല്ലാ പവറും ആരുടെ കയ്യിലായിരുന്നു? ഒന്നെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ കയ്യിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഈ പവറിനെ ആഫ്റ്റർ കമ്മിങ് അപ്പ് ഓഫ് ഡെമോക്രസി എന്താണ് സംഭവിക്കുന്നത്? യെസ്, ജനങ്ങളിലേക്ക് എത്തിക്കുകയാണല്ലേ ചെയ്യുന്നത്. യെസ്, ജനങ്ങളിലേക്ക് ആ എല്ലാ പവറും വരികയാണ് ചെയ്തത്. സോ ഇൻ ദിസ് സെഷൻ we'll be dealing with the forms of power sharing. Ready? Yes, അപ്പൊ 4 ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതൊക്കെയാണ് 4 ഫോംസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വി ഹാവ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഷെയറിംഗ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ദിസ് ഇസ് ഹൊറിസോണ്ടൽ. ഓക്കെ, എനിക്ക് ചെറുപ്പത്തിൽ ഒരു കൺഫ്യൂഷൻ ഒക്കെ വന്ന ഒരു സാധനമാണ്. എനിവേ ഐ ഹോപ്പ് ദാറ്റ് യു ഗൈസ് നോ ഇറ്റ്, റൈറ്റ്? ഓക്കെ, അപ്പൊ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് കേട്ടോ. അത് എവിടെ ഉപകാരപ്പെടും എന്ന് നമുക്ക് in the coming up sessions നമുക്ക് മനസ്സിലാവും. ഓക്കെ, റെഡി? സെക്കൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഷെയറിംഗ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ. ഓക്കെ, യെസ്. ആൻഡ് തേർഡ് വി ഹാവ് പവർ ഷെയറിംഗ് among different social groups. സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ ഇടയിലുള്ള പവർ ഷെയറിംഗ്. ആൻഡ് ഫൈനലി we'll be discussing with the power sharing among different political parties and pressure groups. Okay, അപ്പൊ ഉറപ്പിച്ച് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ 4 ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, we have vertical distribution, then we have power sharing among different social group, and finally power is shared among different political parties and pressure groups. ഓക്കെ, അപ്പൊ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു മാർക്ക് അങ്ങ് സ്കോർ ചെയ്യുന്നത് ഉറപ്പിച്ചു വെക്കാം. റെഡി? യെസ്. അപ്പൊ ഫസ്റ്റ് വൺ, ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഷെയറിംഗ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു അല്ലെ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണോ എന്ന്. സോ ദിസ് ഇസ് ഹൊറിസോണ്ടൽ. അപ്പൊ ഇതിന് ഇവിടെ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, let me say that. Okay, horizontal distribution of power എന്ന് പറഞ്ഞാല് ദാ ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പല പവറും ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പല പവേഴ്സും ആണ് ഒരേ ലെവലിൽ നിൽക്കുന്ന ഈ ആളുകൾക്ക് കൊടുത്തത്. ആ ആളുകൾ ആരൊക്കെയാണ്? ഇറ്റ് ഈസ് അവർ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, ഇവര് 3 പേരും എന്താണ്? ഒരു ലെവലിലുള്ള ആളുകളാണ്. ഓക്കെ, ബൈ ദ പൊസിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ദേ ആർ അറ്റ് സെയിം ലെവൽ, ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്. പക്ഷേ ദേ പെർഫോം ഡിഫറെന്റ് പവേഴ്സ്. ഓക്കെ, അപ്പൊ ലെജിസ്ലേച്ചർ എന്താണ് ചെയ്യുന്നത്? ലെജിസ്ലേറ്റർ, യെസ്, ദേ മേക്സ് ദ ലോ അല്ലേ. ലോസ് ഉണ്ടാക്കുന്നത് ലെജിസ്ലേറ്റർ ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരുണ്ട്? എക്സിക്യൂട്ടീവ് ഉണ്ട്. ആൻഡ് ഫൈനലി ഇന്റർപ്രറ്റ് ചെയ്യാൻ വി ഹാവ് ദ ജുഡീഷ്യറി. യെസ്, ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുണ്ട്? ജുഡീഷ്യറി ഉണ്ട്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫോം ഓഫ് പവർ ഷെയറിംഗ് വിച്ച് ഈസ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഷെയറിംഗ്. ഓക്കെ, അപ്പൊ പവർ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? ഹൊറിസോണ്ടലി ആണ്. ഒരേ ലെവലിൽ ആൾക്കാർക്ക് പല പവേഴ്സും ആണ് കൊടുത്തത്. ഒരാൾ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരാൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, മറ്റേ ആള് ഇന്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ജസ്റ്റിസ് എൻഷുർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് വി ഹാവ് ദ ജുഡീഷ്യറി അറ്റ് ദ സെയിം ലെവൽസ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പല ടാസ്കുകളും പല ഫങ്ഷൻസും അല്ലെങ്കിൽ പല പവേഴ്സും ആണ് ഇവർ പെർഫോം ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെജിസ്ലേച്ചർ നോക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് എല്ലാം റെഡി ആണോ, ജുഡീഷ്യറി നോക്കുന്നുണ്ട് ലെജിസ്ലേച്ചർ എല്ലാം റെഡി ആയിട്ടാണോ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയുന്നുണ്ട്? വി കോൾ ഇറ്റ് ആസ് എ സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഒരു MCQ കൂടെ
പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ എന്തുകൂടെ പറയുന്നുണ്ട്? സിസ്റ്റം ഓഫ് ചെക്സ് and balances എന്ന് പറയുന്നുണ്ട്. Ready? So this form of power sharing allows different organs of the government placed at the ഇത് നിങ്ങൾ മാർക്ക് ചെയ്യണേ, placed at the same level to exercise different powers. Okay, ഒരേ ലെവലിൽ ആൾക്കാർക്ക് പല പവേഴ്സും ആണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. in the horizontal distribution of power sharing, it ensures that no organs can exercise unlimited power. Okay, ഇത് എന്തിനാണെന്ന് വെച്ചാൽ എന്തിനാണ്? യെസ്, ഇറ്റ് ഈസ് എൻഷുറിങ് ദാറ്റ് ഒരാളും എന്ത് ചെയ്യുന്നില്ല, അൺലിമിറ്റഡ് ആയിട്ടുള്ള തോന്നിയ പോലെ എന്ത് ചെയ്യുന്നില്ല, പവർ യൂസ് ചെയ്യുന്നില്ല, മിസ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു മിസ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹോറിസോണ്ടലി പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ആൻഡ് ദിസ് അറേഞ്ച്മെന്റിനെ നമ്മൾ എന്തുകൂടെ പറയുന്നുണ്ട്? വി കോൾ ഇറ്റ് ആസ് സിസ്റ്റം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ്. ക്ലിയർ? പക്കയാണല്ലോ? യെസ്. Moving on, next we have the vertical division of power sharing. Okay, it is about the federal government. അടുത്തത് നമുക്ക് vertical അല്ലേ, ഇങ്ങനെ നിൽക്കുന്ന vertical division of power sharing ആണ്. അപ്പോൾ it is like an hierarchy and all. Okay, അപ്പോൾ ടോപ്പിൽ ആരുണ്ട്? നമുക്ക് ടോപ്പിൽ ആരാണുള്ളത്? which government is there at the top? Yes, it is our central government. ഏറ്റവും മേലെയായിട്ട് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അതിന്റെ തൊട്ടതായിട്ട് we have the state government and finally we have the ലോക്കൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പവർ ഡിവൈഡ് ചെയ്ത് ഇനിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത്. നോക്കി, ഒരു വേർട്ടിക്കൽ ഓർഡറിലല്ലേ ദാ ഇങ്ങനെയല്ലേ പവർ ഡിവൈഡ് ചെയ്തത്? യെസ്, അറ്റ് ദ ടോപ്പ് സെൻട്രൽ ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ ലോക്കൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? യെസ്, നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ യൂണിയൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ദേ ലുക്സ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾ ദ പ്രോഗ്രാംസ് ഓഫ് ദ ഹോൾ നാഷൻ അല്ലെ, ഹോൾ യൂണിയൻ ഓർ ഓൾ ദ സെൻട്രൽ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ മെയിൻ പണികൾ ചെയ്യുന്നത് ആരാ? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതിന് തൊട്ടേ താഴെയായിട്ട് നമുക്ക് ആരുണ്ട്? വി ഹാവ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റിന്റെ എല്ലാ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതും അത് നടത്തിക്കുന്നതും ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, റീജിയണൽ ഗവൺമെന്റ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഫൈനലി വി ഹാവ് ദ ലോക്കൽ ഗവൺമെന്റ്. ഓക്കെ, എല്ലാ ലോക്കൽ ഏരിയാസിലും നമുക്ക് എന്തുണ്ട്? ഒരു ഗവൺമെന്റ് ഉണ്ട് അല്ലേ. സോ ദേ ആർ നോൺ ആസ് ദ local government. So the constitution clearly lays down the power of different levels of government. Okay, appo ee different levels of government inde powers okke evada correct aayittu parnittunde nammada constitution il പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫോർ എക്സാം പർപ്പസ് നമ്മൾ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെയാണ് രണ്ടാമത് പവർ ഷെയർ ചെയ്തത്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ vertical division of power അല്ലെ, vertical distribution of power ആണ്. it is between the central government, state government and the local government. clear ആണോ? clear അല്ലേ? yes. moving on, next one is power sharing among different social groups. okay, എങ്ങനെയാണ് അടുത്തത് പവർ ഷെയർ ചെയ്തത്? among different social groups ആണ്. okay, അപ്പൊ ആ കൺട്രി ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല? ആരെയും ഒഴിവാക്കിയിട്ടില്ല, എല്ലാവരെയും പരിഗണിച്ചിട്ടാണ്. ആസ് ദിസ് ഡെമോക്രാറ്റിക് സിസ്റ്റം ഇസ് ഫോർ ദ സിറ്റിസൺസ് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരെയും പരിഗണിച്ചിട്ടാണ് നമ്മുടെ എല്ലാ പവറും ഷെയർ ചെയ്തത്. ഇൻക്ലൂഡ് ഓൾ ദ സിറ്റിസൺസ് ഓഫ് ദ കൺട്രി. ഓക്കെ, അപ്പം നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ്സിനെ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? പവർ ഷെയർ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പവർ മേ ഓൾസോ ബി ഷെയർഡ് among different groups such as the religious and linguistic group. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്ത് എന്തുണ്ടാവും? പല സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും, റിലീജിയസ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, അതേപോലെ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ് ഉണ്ടാവും, ഒരേ ഭാഷ സംസാരിക്കുന്ന അങ്ങനെയുള്ള ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ഉണ്ടാവും, അതേപോലെ ഓരോ റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ ഓരോ ലീഡേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവരുടെ എല്ലാ അഭിപ്രായങ്ങളും സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ എന്ത് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഹിയർ പവർ ഈസ് ഷെയർഡ് among different groups. അതായത് ഇറ്റ് ക്യാൻ ബി ദ റിലീജിയസ് ഗ്രൂപ്പ്സ് ഓർ ദ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോയേ. യെസ്, വി ഹാവ് ലേൺഡ് അബൌട്ട് a community government in Belgium. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ബെൽജിയത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ എന്തും ഐഡിയാസും അവരുടെ തോട്ട്സും കൺസിഡറേഷൻസ് ഒക്കെ പവർ ഷെയർ ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വി ക്യാൻ സേ എക്സാമ്പിൾ ആസ് കമ്മ്യൂണിറ്റി ഗവൺമെന്റ്. ആൻഡ് ഓൾസോ കമ്മിങ് ടു ദ കേസ് ഓഫ് ഇന്ത്യ, നമുക്ക് നമ്മുടെ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് പറയാം അല്ലെ. റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ഇന്ത്യ ഫോർ വുമൺ ആൻഡ് വീക്കർ സെക്ഷൻസ്. ഓക്കെ, അപ്പൊ ഇത് കൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം, എക്സാമ്പിൾ പറയാം. ready? And finally we have the next division. It is power sharing among different political parties. Okay, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇടയിലും അതേപോലെ പ്രഷർ ഗ്രൂപ്പ്സിൻ്റെ ഇടയിലും എന്ത് ചെയ്തിട്ടുണ്ട്?
പവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓൾ ഇൻ ഓൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ രാജ്യം? എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാണ്, ഒരു ഇൻക്ലൂസീവ് പവർ ഷെയറിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ കോമ്പറ്റീഷൻ എമംഗ് പാർട്ടീസ് എൻഷുവേഴ്സ് ദാറ്റ് പവർ ഡസ് നോട്ട് റിമെയിൻ ഇൻ വൺ ഹാൻഡ്. ഓക്കെ, അപ്പൊ പാർട്ടീസ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ, അപ്പം അത് എൻഷുവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഒരു പവർ ഒരു പാർട്ടിയിൽ മാത്രം നിൽക്കണം എന്നല്ല. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഒരു വിന്നിങ് പാർട്ടി ഉണ്ടാവും, വിച്ച് ഇസ് ദ റൂൾ പാർട്ടി. ഓക്കെ, റൂളിംഗ് പാർട്ടിയും ഉണ്ടാവും, പിന്നെ ഒരു ഓപ്പണൻറ്റ് പാർട്ടിയും ഉണ്ടാവും, ഒപ്പോസിഷൻ പാർട്ടിയും ഉണ്ടാവും അല്ലേ. അപ്പോൾ രണ്ടുപേർക്കും എന്തുണ്ട്, ഈ ഗവൺമെന്റിന്റെ ഫങ്ഷൻസിൽ ഇൻവോൾവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഈ പവർ ഷെയർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഓക്കെ, റൂളിംഗ് പാർട്ടി റൂൾ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചുള്ള പവേഴ്സൊക്കെ അവർക്കുണ്ട്. ഈ ഒരു ഓപ്പണൻറ്റ് പാർട്ടി, ഇത് ഒപ്പോസിഷൻ പാർട്ടി ഹു ലൂസ് എലക്ഷൻ, അവർക്കും പവർ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റൂളിംഗ് പാർട്ടി കറക്റ്റ് ആയിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും എന്തുണ്ട്, പവർ ഇൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. യെസ്, ദെൻ വേരിയസ് പ്രഷർ ഗ്രൂപ്പ്സ്, ഒരുപാട് പ്രഷർ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലെ. ദേ ഓർഗനൈസ് പോപ്പുലർ സ്ട്രഗിൾസ്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും തെറ്റുകളൊക്കെ കണ്ടാൽ, ഗവൺമെന്റ് സിസ്റ്റത്തിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ അവർ സ്ട്രഗിൾസും പ്രൊട്ടസ്റ്റും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അഗെയിൻസ്റ്റ് എനി ഡെസിഷൻസ് ഓഫ് ദ ഗവൺമെന്റ് വിച്ച് ദേ ഫീൽ ഈസ് റോങ്. തെറ്റായിട്ടുള്ള എല്ലാ ഗവൺമെന്റിന്റെ ഡെസിഷൻസിനും എതിരായിട്ട് ഇവരും മുമ്പോട്ട് വരുന്നുണ്ട്. ആൻഡ് പുട്ട് എ പ്രഷർ ഓൺ ദ ഗവൺമെന്റ് ടു ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ്. ഓക്കെ, അങ്ങനെ ഗവൺമെന്റിന് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്, അവരുടെ ഡിസിഷൻസ് മനസ്സിലാക്കണം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഈ പ്രൊട്ടസ്റ്റിലൂടെ ആര് കാണിക്കുന്നുണ്ട്, പ്രഷർ ഗ്രൂപ്പ്സ് കാണിക്കുന്നുണ്ട്. സോ അവർക്കും എന്തുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റിൽ ദേ ഓൾസോ ഹാവ് the power. Okay, so examples ആയിട്ട് നമുക്ക് ആരൊക്കെ പറയാം, we can say the trade unions, student union, business union and all. Okay, so by this we have learned about various forms of power sharing. എക്സാമിന് ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ നമ്മളിതാ അടിപൊളിയായി പഠിച്ച് മാർക്ക് ഉറപ്പിച്ച് തരുത്താണ് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? സോ ഏതൊക്കെയാണ് 4 divisions of power sharing എന്ന് പറയുന്നത്? Which are the 4 divisions? Yes, we have the horizontal distribution of power sharing where power is shared horizontally അല്ലെ. ഒരേ ലെവലിലുള്ള ആൾക്കാരിൽ എന്താ പല പവേഴ്സും കൊടുത്തിരിക്കുകയാണ്, പല ഫങ്ഷൻസും പെർഫോമൻസും കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി. ഓക്കെ, സെയിം ലെവലിലെ ആൾക്കാർക്ക് ഡിഫറെൻറ്റ് പവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് ലേൺഡ് അബൌട്ട് ദ വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ ഷെയറിംഗ്. ഇങ്ങനെയല്ലേ, സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ദ ലോക്കൽ ഗവൺമെന്റ്, ഇങ്ങനെയും നമ്മൾ പവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് തേർഡ് വി ഹാവ് ദ പവർ ഷെയറിംഗ് എമംഗ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്. സോഷ്യൽ ഗ്രൂപ്പ്സിന് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ്, റിലീജിയസ് ഗ്രൂപ്പ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പവർ ഷെയറിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ദ പവർ ഷെയറിംഗ് എമംഗ് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ്. ഓക്കെ, ഓൾസോ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്, ദ റൂളിംഗ് പാർട്ടി, ദ ഒപ്പണൻറ്റ് പാർട്ടി ആൻഡ് ഓൾ ദ സോഷ്യൽ ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് ഇൻ ആ കൺട്രി, അവർക്കും എന്തുണ്ട്, പവർ ഉണ്ട്. സോ ദേ ആർ ഓൾ ഇൻവോൾവ്ഡ് ഇൻ ദ പൊളിറ്റിക്കൽ ഓർ ഗവൺമെന്റ് സിസ്റ്റം ഓഫ് ആ country. Ready? Yes. So by this we'll be winding up this session. അപ്പോൾ നമ്മൾ forms of power sharing അടിപൊളിയായി പഠിച്ചിട്ടുണ്ട്. ഉറപ്പിച്ചോ, this is a short question that is going to ask for your exams. Okay, I hope this is clear for you. അപ്പോൾ എല്ലാം റെഡി ആണ്, സെറ്റ് ആണെങ്കിൽ please do comment below. Okay then, bye. Thank you.